കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, എന്റെ പേര് ദുർഗ. ഞാൻ ലേൺവൈസ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മെന്റർ ആണ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നോ ഫോക്കസ് 4.0 അൾട്ടിമേറ്റ് അനാലിസിസ്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഓഫ് BCOC 132 BBA ആൻഡ് BCOMലെ കോമൺ പേപ്പർ ആയിട്ട് വരുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പേപ്പർ ആയിട്ട് വരുന്ന ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന്റെ അഥവാ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ഏറ്റവും കൂടുതലും റിക്കർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവുക. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ BCOC 132 അഥവാ ബിസിനസ് ഓർഗനൈസേഷൻ എന്നൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാമിനായിട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു അനാലിസിസിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു അനാലിസിസിലൂടെ മെയിൻലി സിലബസ് മാപ്പിംഗ്, നമുക്കറിയാം ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന സബ്ജക്ട് 5 ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ആ ഓരോ ബ്ലോക്കിനും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഓൾസോ എക്സാം പാറ്റേൺ അനാലിസിസ്, അതായത് നമുക്ക് ഓരോ ബ്ലോക്സിൽ നിന്നും അല്ലെങ്കിൽ ഓരോ യൂണിറ്റ്സിൽ നിന്നും എത്രത്തോളം മാർക്സ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കാം ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ വരുന്നത്, ഏത് രീതിയിൽ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും, എത്ര പേജസ് ആണ് നമ്മൾ എഴുതേണ്ടത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ആ ഒരു പാറ്റേൺ അനാലിസിസിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്നതിലൂടെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ വരാൻ പ്രോബബിലിറ്റി ഉള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതും, അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഹോട്ട്സ്പോട്ട് എന്നുള്ള രീതിയിലുള്ള കൺസിഡർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു അനാലിസിസ്. ആൻഡ് ഓൾസോ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്, ഇനി വരുന്ന എക്സാമിന് നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയയും ഈ ഒരു അനാലിസിസിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒരു പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവൈലബിൾ ആയിരിക്കും. നമുക്കത് കൃത്യമായ രീതിയിൽ അറ്റൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് ടൈം മാനേജ്മെന്റിലൂടെ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ഇത് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ അതോടൊപ്പം തന്നെ ഇതിന്റെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് ഈ ഒരു ഇപ്പം പറഞ്ഞ പോലെ തന്നെ ആ ഒരു മെത്തഡോളജി കോൾ ഔട്ട് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെയാണ് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രീവിയസ് ഇയേഴ്സിലെ ടേം ആൻഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ഈ ഒരു റിവിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടന്റ് പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുന്നത്. സോ അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു എക്സാം ഇനി വരുന്ന നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്ന ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനുള്ള ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു അനാലിസിസ് മസ്റ്റ് ആയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സിലബസ് മാപ്പിംഗ് എന്നുള്ള രീതിയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് അഥവാ BCOC 132 എന്ന സബ്ജക്ട് നമുക്ക് 5 ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് 1 അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലാണ് ഇവിടെ നമുക്കൊരു ടേബിൾ ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1 എന്ന ഭാഗത്ത് നിന്നും 4 ടോപ്പിക്സുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഇതുവരെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഹൈ പ്രോബബിലിറ്റി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്സുകളാണ് ബിസിനസ് പ്രൊഫഷൻ എംപ്ലോയ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ്, അതോടൊപ്പം തന്നെ ഫീച്ചേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്, അതോടൊപ്പം കൊമേഴ്സും ട്രേഡും എയ്ഡ്സ് ടു ട്രേഡ് എന്നുള്ള റിലേറ്റ് ചെയ്ത് വരുന്ന ഈ 3 ടോപ്പിക്സുകളും യൂണിറ്റ് 1ൽ നിന്നുള്ള 3 ടോപ്പിക്സുകളും ഹൈ പ്രോബബിലിറ്റി ഏരിയയിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്നാൽ മീഡിയം കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ
ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി എന്ന ടോപ്പിക്കാണ് നമുക്ക് യൂണിറ്റ് 1-ൽ നിന്നും മീഡിയം കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നത്. 8 ടൈംസ് ആണ് അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി യൂണിറ്റ് 2-ലേക്ക് വരുന്ന സമയത്ത് 2 ടോപ്പിക്സുകളാണ്, രണ്ടും മീഡിയം പ്രോബബിലിറ്റി കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇന്നോവേഷന്റെ ടൈപ്സ്, ഇന്നോവേഷൻ എന്താണെന്നുള്ളതും അത് ഇൻവെൻഷനിൽ നിന്നും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ ടൈപ്സ്, അതിന്റെ പ്രോസസ്സ്, ഈ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ സ്കിൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ച്, അതായത് പല രീതിയിലുള്ള ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആ കാര്യങ്ങളും നമുക്കൊരു മീഡിയം പ്രോബബിലിറ്റി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. യൂണിറ്റ് 3-ൽ നിന്നുള്ള CSR, അതായത് ബിസിനസ് എത്തിക്സ് ആൻഡ് CSR എന്നുള്ള പാരഡിസം ഷിഫ്റ്റ്, ആ ഒരു പാരഡിസം ഷിഫ്റ്റ്, അതായത് നമുക്ക് ഇപ്പം ഈ വന്ന് നിൽക്കുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആയത്, പ്രീവിയസ് ഇയേഴ്സിൽ അല്ലെങ്കിൽ ആദ്യ കാലങ്ങളിൽ അത് എങ്ങനെയായിരുന്നു, അത് എങ്ങനെയാണ് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആയി മാറിയത് എന്നുള്ളതാണ് ആ ഒരു പാരഡിസം ഷിഫ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ അത് നമുക്ക് ഹൈ പ്രോബബിലിറ്റി ഏരിയയിൽ തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. യൂണിറ്റ് 4-ൽ നിന്നുള്ള ഇ-കൊമേഴ്സ്, എം-കൊമേഴ്സ് ആൻഡ് ഡിജിറ്റൽ ട്രെൻഡ്സും ഹൈ പ്രോബബിലിറ്റി ഏരിയയിൽ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. യൂണിറ്റ് 5, ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 1-ൽ നിന്ന് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് വരുന്ന പ്രോബബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി ബ്ലോക്ക് 2-ലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് 5, 6 ആൻഡ് 7 ഈ 3 യൂണിറ്റ്സുകളിൽ നിന്നും വരുന്ന ടോപ്പിക്സുകൾ, അതായത് സോൾ ട്രേഡർ, അതുപോലെ പാർട്ട്ണർഷിപ്പ്, കമ്പനി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താ പറയുക ബിസിനസ് ഓർഗനൈസേഷൻ ഫോംസ് വരുന്നുണ്ട്. അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. യൂണിറ്റ് 8-ൽ നിന്നുള്ള MNCs, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബിസിനസ്, അത് റിലേറ്റ് ചെയ്ത് വരുന്ന ഇഷ്യൂസ്, എന്തെല്ലാം ഇഷ്യൂസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഹൈ പ്രോബബിലിറ്റി ഏരിയയിൽ 10 ടൈംസ് ആണ് ഒരു ക്വസ്റ്റ്യൻസ് റിക്കർ ചെയ്ത് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. യൂണിറ്റ് 6 ആൻഡ് 7, അതായത് ചോയ്സ് ഓഫ് ഓർഗനൈസേഷൻസ്, ഐഡിയൽ ഫോംസും, അതുപോലെ തന്നെ പബ്ലിക് എന്റർപ്രൈസസ്, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ അണ്ടറിൽ വരുന്ന സ്കീംസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു മീഡിയം പ്രോബബിലിറ്റി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി ബ്ലോക്ക് 3-ലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് 9 to 13 ആണ് നമുക്ക് ബ്ലോക്ക് 3-ൽ വരുന്നത്. അതിൽ ഏറ്റവും ഹൈ പ്രോബബിലിറ്റി കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന യൂണിറ്റുകളാണ് യൂണിറ്റ് 9, 12 ആൻഡ് 13. യൂണിറ്റ് 9 നോക്കുകയാണെങ്കിൽ പ്ലാനിങ്, അതിന്റെ പ്രോസസ്സ്, നേച്ചർ, 15 ടൈംസ് ആണ് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സുകളാണ്. ആൻഡ് ഓൾസോ കൺട്രോൾ ടെക്നിക്സ്, അല്ലെ, പെർട്ടസി, SQC തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് ഏതിൽ വരുന്നതാണ്, ഹൈ പ്രോബബിലിറ്റി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്സ്, അതായത് ബ്ലോക്ക് 3-ൽ നിന്നുള്ള ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി മീഡിയം കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന യൂണിറ്റുകളാണ് യൂണിറ്റ് 10 ആൻഡ് 11 എന്ന് പറയുന്നത്. അതിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഇൻഫോർമൽ ആൻഡ് ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതിന്റെ ഡിഫറൻസ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റേഷൻ, അതിന്റെ അതോറിറ്റി റിലേഷൻഷിപ്പ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് മീഡിയം പ്രോബബിലിറ്റി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി ബ്ലോക്ക് 4-ലേക്ക് വരുന്ന സമയത്ത് അഗെയിൻ 4 യൂണിറ്റ്സുകളാണ് വരുന്നത്. ഇതിൽ 3 യൂണിറ്റ്സുകളും 14, 15 ആൻഡ് 16 എന്നുള്ള 3 യൂണിറ്റ്സുകളും നമുക്ക് ഏതാണ്, ഹൈ പ്രോബബിലിറ്റി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്സുകളാണ് അല്ലെങ്കിൽ യൂണിറ്റ്സുകളാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് കമ്മ്യൂണിക്കേഷൻ, അതിന്റെ ബാരിയേഴ്സ്, അതിന്റെ കോർഡിനേഷൻ, പ്രോസസ്സ്, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ടിവേഷൻ തിയറീസ്, മാസ്ലോസിന്റെ, ഹെർസ്ബർഗിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈറാർക്കി തിയറീസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ തിയറീസും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് സ്റ്റൈൽ, ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, അങ്ങനെ പല രീതിയിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ ഇഫക്റ്റീവ്നെസ്സും നമുക്ക് ഹൈ പ്രോബബിലിറ്റി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്സുകളാണ്. മീഡിയം കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഓൺലി ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ടീം ബിൽഡിംഗ് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. യൂണിറ്റ് 17 ആണ് ആ ഒരു ടോപ്പിക് കൺസിഡർ ചെയ്യുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 4-ൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. യൂണിറ്റ് 5-ലേക്ക് വരുമ്പം മെയിൻലി എന്താണ്, 2 യൂണിറ്റ്സുകൾ ഹൈ പ്രോബബിലിറ്റിയിലും 1 യൂണിറ്റ് മീഡിയം പ്രോബബിലിറ്റികളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മിക്സ്, PLC, അതായത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. സോ അത് ഹൈ പ്രോബബിലിറ്റി കാറ്റഗറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ HRM, അതായത് യൂണിറ്റ് 20-ൽ വരുന്ന എംപ്ലോയി റിലേഷൻസ്, HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഹൈ പ്രോബബിലിറ്റി ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി മീഡിയം പ്രോബബിലിറ്റി ഏരിയ അഥവാ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കുറവുള്ള ഒരു ടോപ്പിക് ആയിട്ട് പറയാൻ പറ്റുന്നത് നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതിന്റെ സോഴ്സസും സെബി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും ആയിരിക്കും ബ്ലോക്ക് 5-ൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. സോ ഈ ഒരു രീതിയിൽ നമ്മൾ സിലബസ് മാപ്പിംഗ് അല്ലെങ്കിൽ നമ്മുടെ സിലബസിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി ഈ ഒരു രീതിയിൽ നമുക്ക് സ്കോറിംഗ് റൂൾസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഹൈ റെലവന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ 10-ൽ കൂടുതൽ നമുക്ക്
തവണ ആ ഒരു ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. മീഡിയം റെലവന്റിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ 5 to 9 അപ്പിയറൻസ് ആണ്, അല്ലെങ്കിൽ 5 to 9 ടൈംസ് ആണ് ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ലോവർ റെലവൻസിന്റെ അണ്ടറിൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു നമുക്ക് ടോപ്പിക്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു 5 ബ്ലോക്കുകളിലായിട്ട് ഒരു ലോവർ റെലവൻസ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാവുന്ന ടോപ്പിക്സുകൾ വളരെ കുറവാണ് ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത്. സെയിം നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ ഓരോ ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ബാർ ചാർട്ടിന്റെ ഫോമിലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 3 ആണ്. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ദെൻ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 1, ദെൻ ബ്ലോക്ക് 4, ദെൻ ബ്ലോക്ക് 2 ആൻഡ് ദെൻ ബ്ലോക്ക് 5. ആ ഒരു ഓർഡറിൽ നമ്മൾ നോക്കി പോകാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു കാര്യം തന്നെ എഗെയിൻ നമുക്കൊരു ഹീറ്റ് മാപ്പിന്റെ അല്ലെങ്കിൽ ഒരു വിഷ്വലി ഒരു ഹീറ്റ് മാപ്പിന്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഏത് ഭാഗത്ത് നിന്നാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഹൈ പ്രോബബിലിറ്റി ഏരിയാസിനെ റെഡ് കളറിലും, മീഡിയം പ്രോബബിലിറ്റി ഏരിയാസിനെ ഓറഞ്ച് കളറിലും, ലോ പ്രോബബിലിറ്റി ഏരിയാസിനെ യെല്ലോ കളറിലുമാണ് ഇവിടെ നമുക്ക് വിഷ്വലി പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് കീ ഇൻസൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 3യിൽ നിന്നുള്ള യൂണിറ്റ് 9, അതായത് യൂണിറ്റ് 9ൽ നിന്ന് വരുന്ന ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ അതിന്റെ പ്ലാനിങ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അതിന്റെ പ്രോസസ്സ്, ഡിസിഷൻ മേക്കിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഹൈ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് ചാൻസ് വരുന്ന ഒരു ഹൈ ഈൽഡ് ടോപ്പിക് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു ടോപ്പിക്കാണ് ബ്ലോക്ക് 1 യൂണിറ്റ് 4ൽ നിന്നുള്ള ഇ കൊമേഴ്സ്, അതുപോലെ തന്നെ ഡിജിറ്റൽ ഫ്രണ്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെയാണ് CSR ആൻഡ് ബിസിനസ് എത്തിക്സ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3ൽ നിന്നുള്ള ടോപ്പിക് ആയിട്ടുള്ള CSR ആൻഡ് ബിസിനസ് എത്തിക്സ് എന്നുള്ളതും ഫ്രീക്വന്റ്ലി നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ സാധ്യതയുള്ള, അതായത് കേസ് സ്റ്റഡീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് CSR ആൻഡ് ബിസിനസ് എത്തിക്സ് എന്നുള്ളത്. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അപ്പം നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എവിടെയാണെന്നുള്ളതൊരു ഐഡിയ നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും. ഇനി ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് എന്നുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്? നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന സബ്ജക്ട് പക്ക ഒരു തിയറി പേപ്പർ ആണല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്നത് എസ്സേ, ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും, ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസും, ഷോർട്ട് നോട്ട് ഡെഫിനേഷൻ ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ ഡിഫറൻസിയേഷൻസ്, അതായത് ടേബിൾസ് പോലെ ഡിസ്റ്റിങ്ഷൻസും ഡിഫറൻസസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു രീതിയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ കേസ് സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കേസ് സ്റ്റഡി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും, അതായത് നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് പ്രസന്റ് ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ കമന്റ്സ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കമന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ലോങ് ആൻസർ അഥവാ എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് 15 to 20 മാർക്സിനായിരിക്കും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ നമ്മൾ 350 to 500 വേർഡ്സിൽ നമ്മൾ അത് പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഷോർട്ട് നോട്ട് ഓർ ഡെഫിനേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളതോ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോസസ് എന്താണെന്നുള്ളതോ ഡിഫൈൻ ചെയ്യാനായിരിക്കാം നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക. സോ നമ്മൾ 5 to 7 മാർക്സിനായിരിക്കും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. അതും എഗെയിൻ ഈ പറയുന്ന 100 to 150 വേർഡ്സിന് നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഡിഫറൻസ്, രണ്ട് ടോപ്പിക്സ് തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ രണ്ട് കൺസെപ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ അത് നമുക്കൊരു 4 to 6 മാർക്സിനായിരിക്കാം നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. അതൊരു 70 to 100 വേർഡ്സിന് നമുക്ക് എന്ത് ചെയ്യാം,
പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വരാവുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടേതായിട്ടുള്ള കമന്ററീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, അതായത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ ക്രിട്ടിക്കലി കമന്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സെയിം അതും എന്താണ് 4 to 6 മാർക്സിനായിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. 70 to 120 വേർഡ്സിൽ നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ എന്യൂമറേഷൻ രീതിയിൽ, അതായത് നമുക്ക് ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത്, ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത്, മെറിറ്റ്സ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് മാത്രമായിട്ട് നമുക്ക് ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണിത്. അതും 4 to 6 മാർക്സിന് തന്നെയാണ് നമുക്ക് ചോദിക്കാറുള്ളത്. അതും മാക്സിമം 50 to 80 വേർഡ്സ്, അതിൽ കൂടുതൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് അത് പോസിബിൾ ആയിരിക്കില്ല. സോ 50 to 80 വേർഡ്സ് നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദെൻ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ കേസ് സ്റ്റഡി ടൈപ്പ് ഓഫ്, അതായത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തുകൊണ്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതും 10 to 12 മാർക്സിനായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. 200 to 300 വേർഡ്സിലെങ്കിലും നമുക്ക് അത് പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നോർമലി ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് പൊതുവെ വരാറില്ല, തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ. സോ നമുക്ക് ടോപ്പ് മോസ്റ്റ് ഫ്രീക്വന്റ് ഫോർമാറ്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് എസ്എ, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് കാറ്റഗറി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾസോ കമ്പാരിസൺസ്, ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് പ്രസന്റ് ചെയ്യുന്ന രീതിയിലുള്ള രണ്ട് കൺസെപ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് പ്രസന്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാം. ആൻഡ് ഓൾസോ നമ്മുടേതായിട്ടുള്ള ഷോർട്ട് എക്സ്പ്ലനേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന രീതിയിൽ ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാവുന്നതാണ്. ഇനി ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓരോ ബ്ലോക്കിൽ നിന്ന് നമുക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1-ൽ നിന്ന് നമുക്ക് മാക്സിമം 16% ഓഫ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 3 മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ എന്നുള്ള ബ്ലോക്ക് തന്നെയാണ്. 22% ഓഫ് മാർക്ക് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ബ്ലോക്കിൽ നിന്നായിരിക്കും. ദെൻ കമ്പാരിറ്റീവ്ലി ബ്ലോക്ക് 4-ൽ നിന്നായിരിക്കും എഗെയിൻ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആ ഒരു മാർക്ക് സ്കോറിംഗിന് നോക്കുന്ന സമയത്ത് 20% ഓഫ് മാർക്സ് ബ്ലോക്ക് 4-ൽ നിന്നാണ് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ദെൻ നമുക്ക് ബ്ലോക്ക് 1 16% ഓഫ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ബ്ലോക്ക് 5 15% ആണ് വരുന്നത്. ദെൻ എന്താണ് ബ്ലോക്ക് 2 13%. ഈ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബ്ലോക്കിനെ ഓരോ ബ്ലോക്കിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു കാര്യം തന്നെ ആ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ട്രെൻഡ് നമുക്ക് മെയിൻ എന്താണ് ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അത് ഓരോ ലൈനും, അതായത് യെല്ലോ കളർ നോക്കുകയാണെങ്കിൽ എസ്എ ലോങ് ആൻസർ ടൈപ്പ് ആണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഓറഞ്ച് കളറിലാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ പ്രസന്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പിങ്ക് ആൻഡ് കമന്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്ന ബ്രീഫ് എക്സ്പ്ലനേഷൻസ് ഷോർട്ട് കാറ്റഗറിയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്സ് ആണെങ്കിൽ ഇതാണ് ഒരു ലൈറ്റ് പിങ്ക് എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയിരിക്കാനായിട്ട് ശ്രമിക്കാം. എക്സ്പ്ലനേഷൻ ഓഫ് ഫിഗർ 1, അതായത് ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഗെയിൻ ഇവിടെ പറയുന്നത്. അതായത് ഒരു എസ്സേയുടെ, അതായത് നമുക്കിപ്പം അറിയാം മാർക്ക് അലൊക്കേഷനിൽ നോക്കുന്ന സമയത്ത് പാസ്റ്റ് 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആ ഒരു എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരു 40% to 32% ആയിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട് 24 ആകുമ്പോഴത്തേക്കും. 20 to 24 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസിന്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ ചാൻസ് വരാനുള്ള ചാൻസ് 32% ആയിട്ട് 40-ൽ നിന്നും 32% ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രോമിനൻസ് ഗ്രോ ആയിട്ടുള്ളതാണ്. അതായത് 35% ഓഫ് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന ഷോർട്ട് നോട്ട്സ് കാറ്റഗറിയിൽ നിന്നായിരിക്കും. ആൻഡ് ഓൾസോ ഈ പറയുന്ന ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് അല്ലെങ്കിൽ കമന്റ് ഫോർമാറ്റ് എന്ന് പറയുന്നതും ഗ്രാജുവലി റൈസ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ പറയുന്ന കമന്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുത്തുകൊണ്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ പാറ്റേൺ ഹൈലൈറ്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഡെഫിനിഷൻ ക്വസ്റ്റ്യൻസ് കൃത്യമായ രീതിയിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എസ്എ ടു ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് 40%-ൽ നിന്ന് 32% ആയിട്ട് നമുക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ നമുക്ക് അതിന്റെ പ്രസൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ആൻഡ് ഓൾസോ ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന
അല്ലെങ്കിൽ കമ്പാരിസൺസ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ പോലും നമുക്ക് ആ ഒരു ടൈം മാനേജ് ചെയ്ത് കൃത്യമായ രീതിയിൽ എക്സാംസ് അറ്റൻഡ് ചെയ്ത് പോവുക എന്നുള്ളത് ഒരു റിസ്ക് തന്നെയാണ് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് ആണ്. സോ 3 hours 180 minutes എന്നുള്ളത് നമുക്ക് 100 മാർക്സിലാണ് നമുക്ക് എക്സാംസ് വരുന്നത്. പാസ് മാർക്ക് വരുന്നത് 35 മാർക്സ് ആണ് അല്ലെ. സോ ആ ഒരു പേപ്പറിൽ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനും എത്രത്തോളം ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ എസ്എ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് 32 മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് 60 മിനിറ്റ്സ് എങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരു ക്വസ്റ്റ്യന് 30 മിനിറ്റ്സ് വെച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഷോർട്ട് നോട്ട് ഡെഫിനേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു 63 മിനിറ്റ്സ്, ദാറ്റ് മീൻസ് എന്താണ് 5 ക്വസ്റ്റ്യൻസിന് 12 to 13 മിനിറ്റ്സ് ഈച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നത് 15 മാർക്സിനായിരിക്കാം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വരാനായിട്ട് സാധ്യതയുള്ളത്, എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ 27 മിനിറ്റ്സ്, അതായത് 3 ക്വസ്റ്റ്യൻസിന് 9 മിനിറ്റ് ഈച്ച് എന്നുള്ള രീതിയിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. 9 മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആൻഡ് ഓൾസോ ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ തന്നെ വരുന്ന ഷോർട്ട് എക്സ്പ്ലനേഷൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ 14 മാർക്സ് ആണ് നമുക്ക് അതിൽ നിന്നും സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതും 24 മിനിറ്റ്സ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരു ക്വസ്റ്റ്യന് 8 മിനിറ്റ്സ് വെച്ച് 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഇതെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു ബഫർ റിവിഷൻ എന്നുള്ള രീതിയിൽ നമുക്കൊരു 6 മിനിറ്റ്സ് എപ്പോഴും ലാസ്റ്റ് മിനിറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാനായിട്ടും സാധിക്കണം. സോ ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് നമ്മളൊരു സ്ട്രാറ്റജിക് അഡ്വൈസ് എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഓരോ ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ആ ഒരു അനാലിസിസിന്റെ ബേസിസിൽ നിങ്ങൾ മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. സോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ്, അതായത് ഓരോ ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് നമുക്കൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് എന്നുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് പ്ലാനിംഗ്, ഡിഫൈൻ പ്ലാനിംഗ് ആൻഡ് ഇറ്റ്സ് നേച്ചർ ആൻഡ് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. 7 തവണയാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഡിസ്കസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് ബെനിഫിറ്റ്സ്. അത് 7 തവണയാണ് എഗെയിൻ അതും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കമ്പാരിസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അണ്ടറിൽ വരുന്ന ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്, ഇതും നമുക്ക് 6 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ഡിസ്കസ് വേരിയസ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ്, അത് 6 ടൈംസ് ആണ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വാട്ട് ഈസ് ഇ കോമേഴ്സ് ആൻഡ് ഇറ്റ്സ് ഇ കോമേഴ്സിന്റെ ട്രഡീഷണൽ കൊമേഴ്സുമായിട്ട് വരുന്ന ഒരു കമ്പാരിസൺ, ഇതും നമുക്ക് 6 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. അതുപോലെ കൺസെപ്റ്റ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ എനി 2 മേജർ തിയറീസ് ഓഫ് മോട്ടിവേഷൻസ്, ഏതെങ്കിലും 2 തിയറീസ് ആണ് മോട്ടിവേഷൻ തിയറീസ് നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതും 6 ടൈംസ് ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ലീഡർഷിപ്പ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഓൾസോ എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഡിഫറെന്റ് സ്റ്റൈൽസ്, ലീഡർഷിപ്പ് സ്റ്റൈൽസ് എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. സോ നമ്മൾ ആ ഒരു രീതിയിൽ എന്താണ് ലീഡർഷിപ്പ് എന്നുള്ളതും അതിന്റെ ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക് വരുന്ന ടൈപ്പ് ഓഫ് സ്റ്റൈൽസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് 5 തവണയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 5 തവണ റിക്കർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്, അതിന്റെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ സ്റ്റേജസ്, അതായത് നമുക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജ്, ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, അങ്ങനെ നമ്മൾ പല രീതിയിലുള്ള സ്റ്റേജസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു പോകേണ്ടത്. ഡിഫൈൻ, അതുപോലെ തന്നെ ഡിഫൈൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുന്നു, റെസ്പോൺസിബിലിറ്റി എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അതിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, എന്തിന്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളുടെ ബേസിസിലാണ് നമ്മൾ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു
ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ പബ്ലിക് എന്റർപ്രൈസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വാട്ട് ഈസ് പബ്ലിക് എന്റർപ്രൈസ് എന്നുള്ളതും അതിന്റെ ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും എന്താണെന്നുള്ളതും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു ടോപ്പ് 10 കാറ്റഗറി അല്ലെങ്കിൽ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. സോ നമുക്കൊരു ഫ്രീക്വൻസി ടേബിൾ എന്നുള്ള രീതിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 നോക്കുകയാണെങ്കിൽ അതായത് പ്ലാനിങ്, അതിന്റെ ഡെഫിനീഷൻസ്, അതിന്റെ നേച്ചർ, പ്രോസസ് 7 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നമുക്ക് അതിൽ നിന്നും 10 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ CSR അതിന്റെ ഇമ്പോർട്ടൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ 8 മാർക്സ് ആണ് നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്നും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 7 ടൈംസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ഡിസ്റ്റിങ്ഷൻ അതായത് ഈ ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്ത് 6 ടൈംസ് ആണ് ആ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 6 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ അതിന്റെ ഫീച്ചേഴ്സ് അതും അതായത് ബ്ലോക്ക് 2 യൂണിറ്റ് 5 നിന്നുള്ള ടോപ്പിക് ആണ്. അതും 6 ടൈംസ് ആണ് നമുക്ക് റിക്കർ ചെയ്തിട്ടുള്ളത്. 10 മാർക്സ് ആണ് നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്നും സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇ കൊമേഴ്സ് വേഴ്സസ് ട്രഡീഷണൽ കൊമേഴ്സ് അതായത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 നിന്നുള്ള ടോപ്പിക് ആണ് ഇ കൊമേഴ്സ് വേഴ്സസ് ട്രഡീഷണൽ കൊമേഴ്സ് എന്നുള്ളത്. അതും 6 ടൈംസ് ആണ് നമുക്ക് വന്ന് കാണുന്നത്. മോട്ടിവേഷൻ ആൻഡ് ഇറ്റ്സ് തിയറീസ് അതും 6 ടൈംസ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ലീഡർഷിപ്പ് അതിന്റെ കൺസെപ്റ്റ്, അതിന്റെ ഡിഫറെന്റ് സ്റ്റൈൽസ് അതും നമുക്ക് 5 ടൈംസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മാർക്കറ്റിംഗ് മിക്സ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, മാർക്കറ്റിംഗ് മിക്സും അതിന്റെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾസും 10 മാർക്സ് ആണ് നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്നും സ്കോർ ചെയ്യാനായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ 5 ടൈംസ് ആണ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അത് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അതിന്റെ പ്രിൻസിപ്പിൾസ്, പബ്ലിക് എന്റർപ്രൈസ് അതിന്റെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് ഈ കാര്യങ്ങളും 5 to 4 ടൈംസ് ആണ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിക്കുന്നത്. 8 മാർക്സ് ആണ് രണ്ടിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ടും പറ്റുന്നത്. സോ ഒരു സ്ട്രാറ്റജിക് അഡ്വാൻസ്ഡ് പാനൽ അല്ലെങ്കിൽ അഡ്വൈസ് പാനൽ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ഒരു ട്വൈസ് എങ്കിലും നമ്മൾ എക്സാമിന് മുന്നേ ആയിട്ട് റിവൈസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിനനുസരിച്ചുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ച് ബ്ലോക്ക് വൈസ് ആയിക്കോട്ടെ ടോപ്പിക് വൈസ് ആയിക്കോട്ടെ ഒരു ആ ഒരു സ്ട്രക്ചർ കൃത്യമായ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. മാക്സിമം നല്ല രീതിയിൽ കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അതായത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എത്രത്തോളം അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസും എത്രത്തോളം റിപ്പീറ്റഡ് ആണ്, ഏത് ബ്ലോക്കിൽ നിന്നാണ് എന്നുള്ള അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് ഒരു പൈ ചാർട്ടിന്റെ ഫോമിൽ ഇവിടെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ നമ്മളിപ്പം ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ പ്രോബബിലിറ്റി മെട്രിക്സ് ടേബിൾ എന്നുള്ള രീതിയിൽ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ എഗെയിൻ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പ്രോബബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രോബബിലിറ്റി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഹൈ പ്രോബബിലിറ്റി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, മീഡിയം ടേം കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നത് ഏതൊക്കെയാണ്, ലോവർ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നത് ഏതൊക്കെയാണ്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ലോവർ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്സുകൾ ഏതും തന്നെ വരുന്നില്ല. ഹൈ കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്കുകളാണ് പ്ലാനിങ് അതിന്റെ നേച്ചർ ആൻഡ് പ്രോസസ്സ്, അതുപോലെ തന്നെ CSR റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷന്റെ ഫോംസ്. ഈ 3 ടോപ്പിക്സ് ആണ് ഏറ്റവും കൂടുതൽ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നത്. മീഡിയം പ്രയോറിറ്റി ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ബിസിനസ്സും പ്രൊഫഷനും എംപ്ലോയ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ ഇ കൊമേഴ്സും ഡിജിറ്റൽ ട്രെൻഡും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്, മോട്ടിവേഷൻ തിയറീസ് ഇത് നമുക്ക് മീഡിയം ടേമിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വരുന്ന ടോപ്പിക്സുകളാണ് ലീഡർഷിപ്പ്, മാർക്കറ്റിംഗ് മിക്സ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ഇറ്റ്സ് പ്രിൻസിപ്പിൾ, പബ്ലിക് എന്റർപ്രൈസ് റിലേറ്റ് ചെയ്ത് വരുന്ന അതിന്റെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് ഇതെല്ലാം തന്നെ നമുക്ക് മീഡിയം കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ലോവർ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്കുകളാണ് ഇന്നോവേഷൻസ് അതായത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 നിന്നുള്ള ഇന്നോവേഷൻ, സ്കിൽ ഡെവലപ്മെന്റ് സ്കീംസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അതിന്റെ ബേസിക്സ്, ഒബ്ജക്റ്റീവ്സ്, HRM റിലേറ്റ് ചെയ്ത് വരുന്ന അതിന്റെ ഡെഫിനേഷൻ, ഫങ്ഷൻസ്, ടീം ബിൽഡിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ലോവർ കാറ്റഗറിയിൽ വരാവുന്നതാണ്. സോ നമുക്ക് ഹയർ പ്രോബബിലിറ്റി കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ഒരു 70% ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മീഡിയം ടേം എന്ന് പറയുമ്പോൾ 40 to 69% ആണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് വരാനുള്ള എക്സ്പെക്ട് ചെയ്യാനുള്ള ചാൻസ് വരുന്നത്. ലോവർ കാറ്റഗറിയിൽ വരുന്ന സമയത്ത് ലോവർ കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് ബിലോ 40% ആണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് വരുന്നത്. ഒരു ഫുട് നോട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം
പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡെഫിനേഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സ് അല്ലെങ്കിൽ നേച്ചർ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ 8 ടൈംസ് ആണ് ലാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 8 ടൈംസ് ആണ് ഔട്ട് ഓഫ് 10 വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ CSR റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും ഡയറക്ട്ലി സബ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ നമുക്ക് 7 ഔട്ട് ഓഫ് 10 എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഡിസ്റ്റിംഗ്വിഷ്, അതായത് ഇപ്പം ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് എടുത്തു പറയുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക് ആണെങ്കിൽ പോലും ഡിഫറൻസിയേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വരുന്നതാണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്. അതും 7 ഔട്ട് ഓഫ് 10 ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഓൾസോ കൊമേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ ബിസിനസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കമ്പാരിസൺ, അതായത് ട്രഡീഷണൽ കൊമേഴ്സും കൊമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്, ഇതെല്ലാം നമുക്ക് 6 ഔട്ട് ഓഫ് 10 എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ മോട്ടിവേഷൻ ഓർ റിലേറ്റഡ് തിയറി, അതായത് മാസ്ലോസ് തിയറി, ഹെർസ്ബർഗ് തിയറി, ഇതെല്ലാം തന്നെ 6 ഔട്ട് ഓഫ് 10 എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ലീഡർഷിപ്പ് ആൻഡ് ഇറ്റ്സ് സ്റ്റൈൽ എന്നുള്ളതും 5 ഔട്ട് ഓഫ് 10 എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മാർക്കറ്റിംഗ് മിക്സ്, അതിന്റെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 5 ഔട്ട് ഓഫ് 10 ആണ്. ആൻഡ് ഓൾസോ ഡെലിഗേഷൻ അതോറിറ്റി ആ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പബ്ലിക് എന്റർപ്രൈസസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും ആ ഒരു കാറ്റഗറിയിൽ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി ലോവർ കാറ്റഗറി, അതായത് ഒരു ബിലോ 5 കാറ്റഗറിയിലേക്ക് വരുന്ന ടോപ്പിക്സുകളാണ് ഇന്നോവേഷൻസ്, അതായത് സ്കിൽ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് സ്കീംസുകളെ കുറിച്ച്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്, ബേസിക്സ്, HRM റിലേറ്റ് ചെയ്ത് വരുന്ന ഡെഫിനേഷൻസ്, അതിന്റെ കോർ ഫംഗ്ഷൻസ്, ടീം ബിൽഡിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ ബിലോ 5 ഔട്ട് ഓഫ് 10 എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ടോപ്പിക്സുകളാണ്. ഇനി പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 70% പ്രോബബിലിറ്റി വരുന്ന പ്ലാനിങ്, CSR, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങിയ ടോപ്പിക്സുകൾ നമ്മൾ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനും അതിന് കൂടുതൽ ടൈം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം. അതുപോലെ തന്നെ 40 to 69%, അതായത് മീഡിയം പ്രയോറിറ്റി കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സുകളായിട്ടുള്ള ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ്, കൊമേഴ്സ്, ഡിജിറ്റൽ ട്രെൻഡ്സ്, മോട്ടിവേഷൻ ആൻഡ് ഇറ്റ്സ് തിയറീസ്, ലീഡർഷിപ്പ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്, മാർക്കറ്റിംഗ് മിക്സ് ആൻഡ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, പബ്ലിക് എന്റർപ്രൈസ് തുടങ്ങിയ ടോപ്പിക്സുകൾ നമ്മൾ ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മീഡിയം പ്രയോറിറ്റി ടൈം പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാം. അതോടൊപ്പം തന്നെ ലോവർ പ്രയോറിറ്റി, അതായത് ലോവർ പ്രയോറിറ്റിയുടെ അണ്ടറിൽ വരുന്ന ബിലോ 40% പ്രോബബിലിറ്റിയുടെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് ആയിട്ടുള്ള ഇന്നോവേഷൻസ്, സ്കിൽ ഡെവലപ്മെന്റ് സ്കീംസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, HRM റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ടീം ബിൽഡിംഗ്. അതിൽ കമ്പാരിറ്റീവ്ലി ലോവർ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ പ്ലാനിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിഫൈൻ പ്ലാനിംഗ് ആൻഡ് ഇറ്റ്സ് പ്രോസസ് ഇൻ മോഡേൺ ബിസിനസ് ഓർഗനൈസേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണ് പ്ലാനിംഗ് എന്നുള്ളതും അതിന്റെ ഡിഫറെന്റ് പ്രോസസ്, അതായത് സ്റ്റേജസ് എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് ഇതിൽ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. As a manager, you are to choose between two strategic alternatives, launching a new product or expanding the existing market. Present a step-by-step decision-making plan, highlighting risk and control points at each stage. അതായത് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഓരോ സ്റ്റേജസിലും വരുന്ന റിസ്ക്കും അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ കൺട്രോൾ പോയിന്റ്സ് എന്നുള്ളത് ഓരോ സ്റ്റേജസിലും നമ്മളൊരു മാനേജർ ആണെങ്കിൽ എങ്ങനെ ചൂസ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്
ആസ് യൂഷ്വൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഒപ്പീനിയൻ വരുന്ന രീതിക്ക്, അല്ലെങ്കിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ വരുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഏതൊരു ടോപ്പിക്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. Corporate social responsibility is both a legal obligation and an ethical commitment. Critically analyze this statement in the context of recent amendments of Indian CSR law. ഈ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണോ പഠിച്ചിട്ടുള്ളത് അതെല്ലാം മാക്സിമം അവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിലൊരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് CSR പ്രോഗ്രാം അല്ലെ, ഡിസൈൻ എ CSR പ്രോഗ്രാം ഫോർ ഹൈപ്പോത്തറ്റിക്കൽ മീഡിയം സൈസ്ഡ് മാനുഫാക്ചറിംഗ് ഫേം including its objectives, stakeholder mapping and measurable outcomes. അപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ ബ്ലോക്ക് 1-ൽ നിന്നുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് എത്തിക്സ് എന്നുള്ള രീതിയിലുള്ള ടോപ്പിക് കൃത്യമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുക, റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്ത് പോകാവുന്നതാണ്. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഡിഫറൻസിയേഷൻ ആണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. ഈ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള എക്സാമ്പിൾസ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതിൽ തന്നെ വരുന്ന ഒരു സബ് ക്വസ്റ്റ്യൻ ആണ് റീസെന്റ് ഗ്രാജുവേറ്റ് ഈസ് കൺസിഡറിംഗ് കരിയർ ഓപ്ഷൻസ്, അഡ്വൈസ് ദം ഓൺ advantage and disadvantages of each path, റഫറിംഗ് എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ഫാക്ടേഴ്സ്. നമ്മൾ ആദ്യത്തെ ബ്ലോക്കിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എക്കണോമിക് ആക്ടിവിറ്റീസ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അത് റിലേറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൃത്യമായ രീതിയിലൂടെ മെൻഷൻ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ എ സ്ട്രക്ചേർഡ് ടേബിൾ ദ മെയിൻ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഡിഫറെന്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ഫോംസ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തു പോവുക. അതിന്റെ 2 key features എഴുതണം. അതുപോലെ തന്നെ അതിന്റെ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. അതിൽ എത്ര ഫോംസ് ആണോ നമ്മളോട് എഴുതാനായിട്ട് പറയുന്നത് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മെൻഷൻ ചെയ്തു പോകാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറയുന്നത്. അതായത് എക്സ്പ്ലെയിൻ ഹൗ ഇ-കൊമേഴ്സ് ഈസ് ട്രാൻസ്ഫോമിംഗ് ട്രഡീഷണൽ റീറ്റെയിൽ ബിസിനസ് മോഡൽസ് ഇൻ ഇന്ത്യ. ട്രഡീഷണൽ റീറ്റെയിൽ ബിസിനസ്സും അതുപോലെ തന്നെ ഇ-കൊമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ അതിന്റെ മോഡൽസ്, ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രഡീഷണൽ മോഡൽസ് അല്ലെങ്കിൽ ഇ-കൊമേഴ്സിന്റെ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്സും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ഒരു പ്രാക്ടിക്കലി എന്നുള്ള രീതിയിൽ ഒരു ടേബിൾ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെയിൽസും, അതായത് ഡിഫറെന്റ് ഒരു 4 വർഷത്തേക്ക് അല്ലെങ്കിൽ 4 ഇയേഴ്സ് ആയിട്ട് വരുന്ന ഒരു ഫേമിന്റെ സെയിൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ അത് ഡിഫറൻസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ട്രഡീഷണൽ കൊമേഴ്സിന്റെ സമയത്ത് വരുന്ന സെയിൽസും ട്രഡീഷണൽ കൊമേഴ്സ് അവർ അഡാപ്റ്റ് ചെയ്തിരുന്ന സമയത്ത്, ട്രഡീഷണൽ കൊമേഴ്സ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്തിരുന്ന സമയത്ത് വരുന്ന സെയിൽസും അത് ഇ കൊമേഴ്സ് ആയിട്ട് മാറ്റിയ സമയത്ത് വരുന്ന ഒരു സെയിൽസിന്റെ ഡിഫറൻസ് നമുക്ക് ഇവിടെ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു രീതിയിൽ ആ ഡിഫറൻസിൽ നിന്ന് നമുക്ക് ആ ഒരു ഗ്രോത്ത് റേറ്റ് ഓരോ പീരിയഡിലും വരുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. സോ അതിന്റെ ഡിഫറെന്റ് ഫാക്ടേഴ്സ്, അതായത് ഈ ഒരു ഗ്രോത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും എന്നുള്ളത് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. സോ നമുക്കറിയാം ഇപ്പം ട്രഡീഷണൽ കൊമേഴ്സ് എങ്ങനെയാണ് ഇ കൊമേഴ്സ് ആയിട്ട് മാറിയ സമയത്ത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള അഡ്വാൻസ്ഡ് ആക്കിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി, മെൻഷൻ ചെയ്ത് പോയാൽ മതിയാവും. അത് നമുക്ക് ബ്ലോക്ക് 1 എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബിസിനസ് എന്ന ഒരു ടോപ്പിക് നമുക്ക് നല്ല രീതിയിൽ റെഫർ ചെയ്യുവാണെങ്കിൽ അറ്റൻഡ് ചെയ്ത് പോകാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുള്ളത് മോട്ടിവേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. എന്താണ് മോട്ടിവേഷൻ എന്നുള്ളത്? മോട്ടിവേഷൻ ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് എംപ്ലോയി പെർഫോമൻസ് എന്നൊരു സെന്റൻസ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സാമിൻ ദിസ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു ബോത്ത് മാസ്ലോസ് ആൻഡ് ഹെർസ്ബർഗ് തിയറി. അല്ലെ, മോട്ടിവേഷൻ തിയറി റിലേറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു സെന്റൻസിനെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു എക്സാമ്പിളും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളതാണ് 2 week മോട്ടിവേഷൻ ഇംപ്രൂവ്മെന്റ് പ്ലാൻ ഫോർ എ സെയിൽസ് ടീം എന്നുള്ളത്. അതായത് ഒരു ഓർഗനൈസേഷന്റെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യാണ്, മോട്ടിവേഷണൽ പ്ലാൻ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ട്. അതായത് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യേണ്ടത് എന്താണ്, ടെക്നിക്സ് ആൻഡ് ഇന്റർവെൻഷൻസ് ആണ്. അല്ലെ, നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടിവേഷൻ തിയറീസിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സും കാര്യങ്ങളും ആയിരിക്കും നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്ത് പോവേണ്ടത്. അതാണ് അവരവിടെ ഇൻഡയറക്ട്ലി ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ബ്ലോക്ക് 4 മോട്ടിവേഷൻ എന്ന ഭാഗത്ത് നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. എന്താണ് ലീഡർഷിപ്പ് എന്നുള്ളതും ഡിഫൈൻ ഇറ്റ്സ് 3 ഡിഫറെന്റ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ഡിഫറെന്റ് സ്റ്റൈൽസ് ഏതൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. അത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു
നെക്സ്റ്റ് ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു റീഡ് ദ ഫോളോയിങ് സിനാരിയോ ആൻഡ് ആൻസർ. അതായത് ഒരു കേസ് സ്റ്റഡി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത് വന്നിട്ടുള്ളത്. അതായത് സ്റ്റാർട്ടപ്പ് ടീം ഈസ് ഫേസിംഗ് ലോ മൊറൽ ആൻഡ് ഹൈ അട്രീഷൻ ആസ് ദ ന്യൂലി അപ്പോയിന്റഡ് ടീം ലീഡർ സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ലീഡർഷിപ്പ് സ്റ്റൈൽ ആൻഡ് ജസ്റ്റിഫൈ യുവർ ചോയ്സ് ബേസ്ഡ് ഓൺ എക്സ്പെക്ടഡ് ഔട്ട്കംസ് ആൻഡ് ടീം ഡൈനാമിക്സ്. അതായത് നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ എന്താണ് സെയിൽസ് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ അല്ലെങ്കിൽ ഗ്രോത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള ലീഡർഷിപ്പ് ആയിരിക്കണം നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഇൻഡയറക്ട്ലി ചോദിച്ചിട്ടുള്ളത്. സോ ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി പോകാവുന്നതാണ്. ലീഡർഷിപ്പ് എന്ന ഭാഗത്തിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മിക്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്നുള്ളതും ഫോർ എ മൊബൈൽ ലോഞ്ച് ക്രിയേറ്റ് എ മാർക്കറ്റിംഗ് മിക്സ് സ്ട്രാറ്റജി. അതായത് പ്രൊഡക്റ്റ്, അതിന്റെ പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു മാർക്കറ്റിംഗ് മിക്സിൽ വരുന്നത് അല്ലെ. സോ ദാറ്റ് ടാർഗറ്റ് ദ അർബൻ യൂത്ത് സെഗ്മെന്റ്. യൂത്ത് സെഗ്മെന്റിലേക്കാണ് അത് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഏത് രീതിയിലായിരിക്കും ആ ഒരു മാർക്കറ്റിംഗ് മിക്സ് വരുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ആൻഡ് ഓൾസോ താഴെ തന്നിരിക്കുന്ന ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ നമ്മൾ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഏതൊക്കെ രീതിയിലാണ്, നമുക്കറിയാം പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്താണെന്നുള്ളതും എത്ര സ്റ്റേജസ് ആണ് വരുന്നത് എന്നുള്ളതും ഓരോ സ്റ്റേജസിലും എങ്ങനെയാണ് അതിന് ഗ്രോത്ത് ആണോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എന്നുള്ളതും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മളിവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എക്സ്പ്ലെയിൻ വാട്ട് ബിസിനസ് ഡിസിഷൻ ഷുഡ് ബി മെയ്ഡ് അറ്റ് സ്റ്റാർട്ട് ഓഫ് ഈച്ച് PLC സ്റ്റേജ്. ഓരോ PLC സ്റ്റേജസിലും നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ്, അതായത് നമ്മുടെ ഓർഗനൈസേഷൻ പ്രോഫിറ്റബിൾ ആവാനായിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ടേബിൾസും കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അതിന്റെ വാല്യൂസ് മാത്രം, ജസ്റ്റ് ആ ഒരു പ്രോബ്ലംസോ കാര്യങ്ങളോ അങ്ങനെയല്ല നമുക്ക് വരുന്നത്, വാല്യൂസ് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇത് ബ്ലോക്ക് 5 മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന ഭാഗത്ത് നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നുള്ളതും അതിന്റെ 4 പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യുക. എങ്ങനെയാണ് ഒരു ഇഫക്റ്റീവ് ഡെലിഗേഷൻ അല്ലെങ്കിൽ ഡെലിഗേഷൻ എങ്ങനെയാണ് നമ്മൾ ഇഫക്റ്റീവ് ആക്കുന്നത് എന്നുള്ളതും പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നുള്ളത് നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാവുന്നതാണ്. ആൻഡ് ഓൾസോ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് ഇൻ ദ ഫോളോയിങ് ഓർഗനൈസേഷണൽ ചാർട്ട് ഓഫ് ആൻ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഐഡന്റിഫൈ 3 പോസിബിൾ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് ഡെലിഗേഷൻ. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇഫക്റ്റീവ് ഡെലിഗേഷന്റെ ബാരിയേഴ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇഫക്റ്റീവ് ഡെലിഗേഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. അപ്പൊ അത് എന്തൊക്കെ കാര്യങ്ങൾ ഇല്ലാതാവുമ്പോഴാണ് ഇഫക്റ്റീവ് അല്ലാതാവുന്നത് എന്നുള്ളത് ഇവിടെ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് ഈ ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ബ്ലോക്ക് 3 ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇൻഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു സബ്ജക്ട് ആണ് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നുള്ളത്. സോ നമ്മൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ഓരോ ടോപ്പിക്കും നമ്മൾ ക്ലിയർലി മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നമുക്ക് ഇൻഡയറക്ട്ലി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നമുക്ക് എന്താണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് അവൈലബിൾ ആവും. സോ മാക്സിമം ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇഗ്നോ ഫോക്കസ് 4.0 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയ എല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നന്നായിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓൾ ദി ബെസ്റ്റ്.